ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി മസാലയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യണേ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ വലിയ കട്ടിയില്ലാതെ വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ലെഗ് പീസൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വരയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വരയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വലിയ കട്ടിയിലൊന്നുമല്ല എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചെറുതാക്കി പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട് വരയിട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, നന്നായിട്ട് ഉടച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2-3 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഓക്കെ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ ഗരം മസാല കേട്ടോ. ഇത് നല്ല ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അത് നമ്മളൊരു 1/2 ടീസ്പൂൺ അത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഓക്കെ, അതൊരു ടീസ്പൂണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, അതൊരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി, ഒരടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല വെളിച്ചെണ്ണ, അതും ഒരു ലേശം വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച് സോയ സോസും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് കൈയിട്ട് നന്നായിട്ട് തിരുമ്മി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വല്ല ഓവനിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഗ്രില്ലിലേക്ക് നമുക്കിങ്ങനെ അടുക്കി വെക്കാം.
ഞാനങ്ങനെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അടുക്കി വെച്ച് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഓവൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, അതായത് നമ്മുടെ ക്യാപ്സിക്കും കുറച്ച് വഴുതനങ്ങയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും മാക്സിമം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം എങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ വഴുതനയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനിലെ ജ്യൂസി വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് കുഴപ്പമില്ല. കണ്ടോ, നമ്മുടെ ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് കുറച്ച് നല്ല മയോണീസും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മസാല കൂട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പോൾ കാഴ്ച ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ. താങ്ക് യു.